ഞങ്ങൾക്കുള്ള ഒറ്റ ലക്ഷ്യം കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ച നെല്ല് എത്രയും വേഗത്തിൽ കളത്തിൽ നിന്ന് എടുക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രകോപനപരമായ ഒരു വാക്കും മില്ലുടമകൾക്ക് ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചത്. നമ്മുടെ ഗവൺമെൻറ് ഔട്ട് ആൻഡ് റേഷ്യോ സംബന്ധിച്ചും അവർക്ക് നൽകുന്ന സഹായത്തെക്കുറിച്ചും ഏത് കാലഘട്ടത്തെക്കാൾ നല്ല പരിഗണനയാണ് ബഹുമാന്യായ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത് ഉറപ്പ് കൊടുത്തത്. അതിനുശേഷം അവരാരും കോൺടാക്ട് ചെയ്തെന്നാണ് പറയുന്നത്. അല്ല, എൻ്റെ ഓഫീസിൽ നിന്ന് ഞാനും വിളിച്ചല്ലോ. എൻ്റെ ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. പക്ഷേ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വിളിക്കാൻ പറ്റും. എന്നാൽ അവരെ വിളിച്ചിട്ടുണ്ട്. മാന്യമായി അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. അവരുടെ ആശങ്കകൾ ഞാൻ അവരോട് പറഞ്ഞു. നിങ്ങൾക്കുള്ള ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും നമ്മൾ ശ്രമിക്കും. പക്ഷേ ഏറ്റവും അടിയന്തരമായി നെല്ലെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്താ സംഭവിച്ചത്? മാധ്യമങ്ങൾ അറിയേണ്ടുന്നത്, ഒരു ഭാഗത്ത് ഈ ചർച്ച നടക്കുമ്പോൾ മറുഭാഗത്ത് ചില മില്ലുടമകൾ 21-22 രൂപയ്ക്ക് നെല്ല് സംഭരണം തുടങ്ങി. 30 രൂപ ഗവൺമെൻറ് നെല്ലിന് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ കൃഷിക്കാരന് വേറെ മറ്റൊരു മാർഗവുമില്ലാതെ കൃഷിക്കാരൻ കൊയ്ത നെല്ല് സൂക്ഷിക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച് അതിനെ ചൂഷണം ചെയ്യുന്ന നിലപാടാണ് ഇത്തരം മില്ലുകൾ ചെയ്തത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് നേരിട്ടിറങ്ങിയത്. ഗവൺമെൻറ് ഇന്നലെ തന്നെ പാലക്കാട് ജില്ലയിൽ പച്ചച്ചീട്ട്, ഗ്രീൻ സ്ലിപ്പ് എന്ന് പറയും, പച്ചച്ചീട്ട് കൊടുത്തുകൊണ്ട് കൃഷിക്കാരിൽ നിന്ന് നെല്ല് സപ്ലൈകോ ഏറ്റെടുത്ത് കഴിഞ്ഞു. കൃഷിക്കാരന് 30 രൂപ ലഭിക്കും, അത് ഏറ്റെടുക്കുന്നില്ല. ഇന്നും ആ പ്രക്രിയ വ്യാപകമായി നടക്കുകയാണ്. കർഷകനെ സഹായിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ കടമ. ആ കടമ നിർവഹിക്കും. 2, നെല്ല് സംഭരണത്തിൽ സഹകരിക്കാവുന്ന മില്ലുകളുമായി ചർച്ച നടത്തി. അവർ ഇതേ ആവശ്യമായി നിൽക്കുന്ന ആളുകൾ തന്നെ. പക്ഷേ കർഷകൻ്റെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അവർ സഹകരിക്കാൻ തയ്യാറായി. ഇന്നലെ 24 ലോഡ് നെല്ല് ആലപ്പുഴയിൽ നിന്നെടുത്തു. മെനഞ്ഞാന്ന് 13 ലോഡ് നെല്ലെടുത്തു. തൃശ്ശൂരിൽ നിന്ന് 2 ലോഡ് നെല്ലെടുത്തു. ഇന്നത്തെ കണക്ക് എനിക്കറിയില്ല. ഇന്നും ആ പ്രക്രിയ തുടരുകയാണ്. ഇന്ന് സംസാരിച്ച അനുസരിച്ച് കൂടുതൽ മില്ലുകൾ നമ്മളോട് സഹകരിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ചില പ്രയാസങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണെങ്കിലും കർഷകൻ്റെ നെല്ല് സംഭരിക്കാനുള്ള നിലപാട് സ്വീകരിക്കും. മറ്റൊന്ന്, നാളെ ക്യാബിനറ്റ് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വ്യവസായ മന്ത്രിയും അതുപോലെ സഹകരണ മന്ത്രിയും കൃഷി മന്ത്രിയും ഞാനും ഉൾപ്പെടെ ആലോചിച്ചിട്ട് എങ്ങനെ കൂടുതൽ വ്യാപകമായി നെല്ല് സംഭരണത്തിലേക്ക് പോകാം, അതിനെന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുമെന്ന് ആലോചിക്കുന്നു. 2, നിങ്ങൾ അറിയേണ്ടുന്നത്, മാധ്യമങ്ങളുടെ ജനങ്ങൾ അറിയേണ്ടുന്നത്, എടുത്ത നെല്ലിൻ്റെ പൈസ കൃഷിക്കാരൻ അടുത്ത ആഴ്ച കൊടുക്കാൻ പോവുകയാണ്. കൃഷിക്കാരനെ സഹായിക്കാൻ വേണ്ടി ഇന്ന് തന്നെ പ്രോസസ്സിങ് ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എടുത്ത നെല്ലിൻ്റെ പൈസ PRS വായ്പ തയ്യാറാക്കാൻ അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് കൃഷിക്കാരൻ്റെ കയ്യിൽ പണം എത്തുന്ന ഒരു സാഹചര്യം ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ കർഷകനെ സഹായിച്ച് കർഷകനെ ബന്ധുവാക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെ പൊളിക്കാം എന്ന ഗൂഢമായ രാഷ്ട്രീയ ചിന്തയാണ് ഇത്തരം മില്ലുടമകൾ ചിലർ നടത്തുന്നത് എന്ന് പറയേണ്ടി വരികയാണ്.